ഹലോ, ഇപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന 2019 ബാച്ചുകാർക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ അവർ കോമ്പൻസേഷൻ ചെയ്യുന്ന പീരീഡ് ആയിരിക്കും. എന്താണ് കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ 4 വർഷം കള്ളമടിച്ച് ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ പണി ചെയ്യേണ്ടി വരുമെന്ന്. അതാണ് കോമ്പൻസേഷൻ. നമ്മൾ ലീവ് എടുത്തതിനേക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഡ്യൂട്ടി ഇടും. അതാണ് കോമ്പൻസേഷൻ. ഞങ്ങൾക്ക് 7 to 7 വരെയാണ് ഡ്യൂട്ടി. രാവിലെ തന്നെ ഞങ്ങൾ 7 മണിക്ക് പോയി ഒപ്പിടണം. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് കറക്റ്റ് 7 മണിക്ക് തന്നെ ഡ്യൂട്ടിക്കൊന്നും കയറാറില്ല. ഒരു 7:15, 7:30 ചെന്ന് കയറാറുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ വാർഡിലോട്ട് പോവുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും പലരും പല ഏരിയയിലായിരിക്കും. എനിക്ക് മെഡിക്കൽ വാർഡിലാണ്. പിന്നെ അവിടെ പോയി മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, ആ വക കാര്യങ്ങൾ മാത്രമല്ല നേഴ്സിങ്ങിലുള്ളത്. അതിന് പുറമെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അതാണല്ലോ ഒരു നേഴ്സിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു ഉച്ച സമയമാകുമ്പം ഒരു 12:30, 1 മണിയാകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാറും ഇറങ്ങും. പുറത്ത് പോയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ വീണ്ടും വന്നിട്ട് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നു, മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രസമുള്ള പരിപാടിയാണെങ്കിലും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെങ്കിലും അതിനിടയിൽ ഒരു എൻജോയ്മെൻറ്റ് നമ്മളതിനെ കണ്ടെത്തണം. ഇത് എൻ്റെ ഫ്രണ്ടാണ്. അവളെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ പോയപ്പോൾ അവൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നു. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങും. അത് ഒരു അരമണിക്കൂർ, അതിനൊരു ബ്രേക്ക്. പിന്നെ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ പോയി ഹോസ്പിറ്റലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു കൂട്ടം പ്രാവുകൾ കെട്ടിടത്തിന് ചുറ്റും കറങ്ങുന്നു. എന്തിനെന്നറിയില്ല. പിന്നെ ഒരു 6 മണിയാകുമ്പം ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച കാണാൻ പറ്റും. സണ്ണിനെ കാണാൻ പറ്റും. കണ്ണ് മങ്ങാതെ സണ്ണിനെ കാണാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾ വാർഡിലും കയറാറുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കറക്റ്റ് 7 മണിയാവണതും ഞങ്ങൾ പിന്നെ ഒന്നും നോക്കാറില്ല. വാർഡിൽ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഹോസ്റ്റലിലോട്ട് പോവും. ഇനി നെക്സ്റ്റ് വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.